കെനിയയിൽ ജോലി കിട്ടിയെന്നും നല്ല ജോലി ആയതുകൊണ്ട് പോയേ പറ്റൂ എന്നും സുധി വീട്ടിൽ പറയുന്നു. സുധിയെ പിരിയേണ്ടി വന്ന സങ്കടത്തിൽ ചന്ദ്ര കരയാൻ തുടങ്ങുന്നു. കെനിയയിൽ പോയാൽ അമ്മയെ മറക്കരുതെന്നും ലീവ് കിട്ടുമ്പോഴെല്ലാം ഇങ്ങോട്ട് വരണമെന്നും ചന്ദ്ര സുധിയെ ഓർമ്മപ്പെടുത്തുന്നു. സുധിക്ക് ശരിക്കും കെനിയയിൽ ജോലി കിട്ടിയെന്നാണ് വീട്ടിലെല്ലാവരും കരുതിയത്. അല്ല, അങ്ങനെയായിരുന്നു സുധിയുടെ പെർഫോമൻസ്. സുധിയുടെ മാത്രമല്ല, ചന്ദ്രയും മകനെ പിരിയുന്ന വിഷമത്തിൽ കണ്ണീർ കടൽ തീർക്കുകയായിരുന്നു. പക്ഷേ കാര്യങ്ങളുടെ കിടപ്പുവശം അങ്ങനെയായിരുന്നില്ല. എപ്പോൾ വിസ വരുമെന്നും എപ്പോഴാണ് പോകേണ്ടതെന്നും അച്ഛൻ സുധിയോട് ചോദിച്ചപ്പോഴാണ് സത്യം മനസ്സിലായത്. സുധിക്ക് ജോലി കിട്ടിയിട്ടില്ല, ഒരു 14 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്താൽ ജോലി കിട്ടും. സുധി അത് പറഞ്ഞതും അച്ഛനും സച്ചിയും രേവതിയും ചിരിക്കാൻ തുടങ്ങി. ചിരി എന്ന് പറഞ്ഞാലും പോരാ, പൊട്ടിച്ചിരി. കരഞ്ഞുകൊണ്ടിരുന്ന അമ്മ ചന്ദ്ര ഞെട്ടിത്തെരിച്ചു. ശ്രുതി ആകെ വാ പൊളിച്ചു നിന്നു. പക്ഷെ നമ്മുടെ ശ്രുതിക്ക് മാത്രം ഒരു ഭാവമാറ്റം ഉണ്ടായിട്ടില്ല. സമ്മതിക്കണം ശ്രുതി. എന്തായാലും ചിരിച്ച് മണ്ണ് കപ്പി അവരെല്ലാം മുറിയിലേക്ക് കയറിപ്പോയി. അതേസമയം ചന്ദ്ര നേരെ പോയത് ശ്രുതിയുടെ മുറിയിലേക്കാണ്. എന്തിനാ? ശ്രുതിക്ക് കെനിയയിലേക്ക് പോകാനുള്ള 14 ലക്ഷം രൂപ ശ്രുതിയുടെ അച്ഛനോട് പറഞ്ഞ് വാങ്ങിച്ചെടുക്കാൻ. അച്ഛനോട് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇളയച്ഛനെ വിളിച്ച് ഫോൺ തരാനും താൻ സംസാരിക്കാമെന്നും ചന്ദ്ര ശ്രുതിയോട് പറഞ്ഞു. എന്റെ അമ്മ അതുകൂടി കേട്ടപ്പോൾ ശ്രുതിയുടെ കിളി ആകെ പറന്നുപോയ അവസ്ഥയിലായി. എവിടുന്നെടുത്ത് കൊടുക്കാനാ? ആരെടുത്ത് കൊടുക്കാനാ? ശ്രുതി ഇനി കുറച്ച് വേർക്കും. അതേസമയം ശ്രീകാന്തിനെ കാണാൻ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് മഹിമ. വർഷയോടൊപ്പം താൻ നൽകിയ ടിക്കറ്റിൽ ടൂർ പോകില്ലെന്ന് ശ്രീകാന്ത് പറഞ്ഞിരുന്നല്ലോ. അത് തന്നെയാണ് വിഷയം. നമുക്ക് വിശദമായി വീട്ടിൽ ചെന്ന് സംസാരിക്കാമെന്ന് ശ്രീകാന്ത് പറഞ്ഞെങ്കിലും മഹിമ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഹോട്ടൽ മുതലാളി എന്താണ് കാര്യമെന്ന് ശ്രീകാന്തിനോട് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ. ക്ഷമ നശിച്ച ശ്രീകാന്ത് മഹിമയോട് പൊട്ടിത്തെറിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഹോട്ടലിൽ മഹിമ വന്ന് നടത്തിയ കലാപത്തിന്റെ ദേഷ്യം മുഴുവൻ ശ്രീകാന്ത് വർഷയോടാണ് തീർത്തത്. നിന്റെ അമ്മയ്ക്ക് തീരെ കൾച്ചറില്ലേ എന്നും അവർ കാരണം തന്റെ ജോലി പോകുന്ന അവസ്ഥയാണെന്നും ശ്രീകാന്ത് വർഷയോട് പറഞ്ഞു. എന്നാൽ വർഷ തന്റെ അമ്മയുടെ ഭാഗമാണ് ന്യായീകരിച്ചത്. ശ്രീകാന്തിന് ഈഗോയും കോംപ്ലക്സുമാണെന്ന് വർഷ പറയുന്നിടത്ത് വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.